അടിമത്തിൽ കൂടി വരുത് ഗ്രേസ് മൈസ് ആൻഡ് ബീസ് ഫ്രം ഗോഡ് ഫാർ ആൻഡ് ജീസ് ക്രൈസ്റ്റ് അവർ ലോഡ് പുള്ളിംഗ് ഡോൺ സ്റ്റോൺസ് നാം അടിമത്തിൽ കൂടി വരുത് നോ സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വർത്ത് ക്രൈസ്റ്റസ് മേഡ് us free and be not entangled again നാം അടിമത്തിൽ കൂടി വരുത് ആൻഡ് ബി നോട്ട് പുള്ളിംഗ് ഡോൺ സ്റ്റോൺസ് as free peace to നാം അടിമത്തിൽ കൂടി വരുത് ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമേ സ്വതന്ത്രമാക്കി അകലിൽ ഉറച്ച് നാമിനെയും അടിമത്തിൽ കൂടി വരുത് ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. നമുക്ക് ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിൽ ധാരാളമായിട്ട് ആശ്രയിക്കാം. ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ലോർഡ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയോട് അതുപോലെ തന്നെ വി.ഡി. സതീശനോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ വാർത്ത നമ്മൾ കണ്ടു. UDF പ്രഖ്യാപനത്തിൽ മെയ് 15 തൊട്ടും കണ്ടോ സ്ത്രീകൾക്ക് സംതിങ് സോ ഫ്രീ സൗജന്യ യാത്രയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ മാനുഷ്യ ഉപദേശം പറയേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഫോർ ബുധനി ഹോൺ കാണ്ടർ ലിബർട്ടി. വെറുതെ മാനുഷിക ഉപദേശം പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാനുഷികമായ ഉപദേശങ്ങളാണ്. അതായത് വെറുതെ മാനുഷികമായ ഓരോ തീരുമാനങ്ങൾ, അതായത് ജഡികമായ തീരുമാനങ്ങൾ, നടപ്പാക്കാൻ കഴിയാത്തതായിട്ടുള്ള തീരുമാനങ്ങൾ മനസ്സിൽ വരുമ്പോൾ തന്നെ പിന്നെ അതിൻ്റെ വേരോടുകൂടി ബി അപ്രൂട്ടഡ് ആൻഡ് ബി പ്ലാന്റഡ് ഇൻ ദ സീ എന്ന് പറയും പോലെ, യു ഫ്ലഷ്ലി തോട്ട്സ് ബി അപ്രൂട്ടഡ് ആൻഡ് ബി പ്ലാന്റഡ് ഇൻ ദ സീ എന്ന് പറയും പോലെ നടന്ന് കടലിലേക്ക് പോവുക, അല്ലെങ്കിൽ ചാടി കടലിലേക്ക് പോവുക, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ബി ഡിസ്ട്രോയ്ഡ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കൽപ്പിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് മാനുഷികമായ ചിന്തകൾ കടന്നു വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പുള്ളിംഗ് ഡോൺ സ്റ്റോൺസ് ക്യാഷിൻ്റെ ഓൺ ഇമേജിനേഷൻസ് എന്നുള്ള ആ ഒരു കൺഫെഷൻസ് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്യണം. ചില പാസ്റ്റർമാരും ചില ദൈവദാസന്മാരൊക്കെ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ചില ആളുകളോട് പറയും. അങ്ങനെ എടുപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ബൈബിൾ വായിക്കുന്നത് അശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത് ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടരുത് ദൈവത്തിൻ്റെ പാദവിടം, അത് അദ്ദേഹത്തിൻ്റെ പാദവിടം, ജെറുസലേമിനെ കൊണ്ടരുത് അത് മഹാരാജാവിൻ്റെ നഗരം, നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, രോമം വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് കഴിയില്ല. അപ്പോൾ ചോദിക്കും ഡൈയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അള്ളിക്കയോ മറ്റ് നാച്ചുറലായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് തല കറുപ്പിക്കാമെന്നു. പെർമനൻ്റായിട്ട് കറുപ്പിക്കാനോ പെർമനൻ്റായിട്ട് വെളുപ്പിക്കാനോ ആരെ കൊണ്ടും സാധ്യമല്ല. ക്രൈസ്റ്റ് ജീസസിനെ കൊണ്ട് മാത്രമേ സാധ്യമുള്ളൂ. ചില ആളുകൾക്ക് എത്ര പ്രായം തലമുടി നരയ്ക്കാത്തവരുണ്ട്. അതൊക്കെ ക്രൈസ്റ്റ് ജീസസിൻ്റെ പിന്നെ ഹിതമാണ്. പെർമനൻ്റായിട്ട് തലമുടി കറുപ്പിക്കാനോ പെർമനൻ്റായിട്ട് തലമുടി വെളുപ്പിക്കാനോ ആരെ കൊണ്ടും കഴിയത്തില്ല, ക്രൈസ്റ്റ് ജീസസിനെ കൊണ്ടല്ലാതെ. മനസ്സിലാകുന്നുണ്ടോ? വേണമെങ്കിൽ കുറച്ച് പെയിൻ്റ് അടിക്കുക, അതിന് പോലും ക്രൈസ്റ്റ് ജീസസിൻ്റെ ബില്ലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പെർമനൻ്റായിട്ട് കുറേ പെയിൻ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും നിങ്ങൾ തന്നെ ഊഹിക്കുക, അല്ലെങ്കിൽ വിഗ് വയ്ക്കാമായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ക്രൈസ്റ്റ് ജീസസിനെ കൊണ്ട് മാത്രമേ മനുഷ്യന് അങ്ങനെയുള്ള ബുദ്ധി കൊടുക്കാനോ അല്ലെങ്കിൽ മനുഷ്യന് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിലും ക്രൈസ്റ്റ് ജീസസിൻ്റെ ബില്ലും പെർമിഷനും ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. കഷണ്ടി ദോഷമൊന്നുമല്ല, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ അതുകൊണ്ട് അശേഷം സത്യം ചെയ്യരുത്. അതായത് വേണ്ടാത്ത തീരുമാനങ്ങൾ മനസ്സിൽ വരുമ്പോൾ തന്നെ ബി അപ്രൂട്ടഡ് ആൻഡ് ബി പ്ലാന്റഡ് ഇൻ ദ സീ എന്ന് പറഞ്ഞ് മാനുഷികമായ ഉപദേശത്തെ കടലിലേക്ക് ചാടിപ്പോവാൻ പറഞ്ഞ് അവയോട് കൽപ്പിക്കണം. വി.ഡി. സതീശന് UDF മെമ്പേഴ്സ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. ഇനിയും സമയമുണ്ട്. മാനുഷികമായ തീരുമാനങ്ങൾ എടുക്കരുത്, ചാടി പൊട്ടിപ്പുറപ്പെട്ട ഒരു തീരുമാനം എടുക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? അത് ജ്ഞാനമല്ല. ഫോർ ബുധനി ഹോൺ കാണ്ടർ ലിബർട്ടി. അതുപോലെ എന്താണ്, പുതിയ നിയമത്തിൽ ക്രൈസ്റ്റ് ജീസസ് നമുക്ക് വേണ്ടി ഒരു ഓഫറിംഗ് ആയതുകൊണ്ട് ഇനി മറ്റൊരു യാഗമോ നേർച്ചയോ അല്ലെങ്കിൽ മറ്റൊരു തീരുമാനത്തിൻ്റെ ആവശ്യമില്ല. ക്രൈസ്റ്റ് ജീസസ് ഏകയാകത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. For by one offering he has perfected for ever them that are sanctified. അതായത് ഏകയാകത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു പറഞ്ഞാൽ അതിനപ്പുറം മറ്റൊരു യാഗമോ മറ്റൊരു പിന്നെ ഒന്നുമില്ല. മനസ്സിലായില്ല? നേർച്ചയോ കാഴ്ചയോ തീരുമാനം ഒന്നുമില്ല. ഫോർ ബൈ വൺ ഓഫറിംഗ് ഹി ഹാസ് പെർഫെക്റ്റഡ് ഫോർ എവർ ദം ദാറ്റ് ആർ സാങ്ക്ടിഫൈഡ് പുള്ളിംഗ് ഡോൺ സ്ട്രോഹോൾസ്. അപ്പോൾ ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. പുതിയ നിയമത്തിൽ ക്രൈസ്റ്റ് ജീസസിൻ്റെ ഏകയാഗത്തിലും ക്രിസ്തേഷ്യൻ്റെ പിന്നെ എന്താണ് ഒരിക്കലായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ആ ക്രൈസ്റ്റ് ജീസസ് എന്ന് ജീവിക്കുന്നു. അതിൽ കൂടെയാണ് മനുഷ്യന് നീതീകരണം ഉണ്ടാകുന്നത്. അതാണ് ഗ്ലോറി ടു ഗ്ലോറി, അതാണ് എക്സലൻ്റ്. അതിനെ ബേസ് ചെയ്താണ് മറ്റു കാര്യങ്ങളൊക്കെ പുള്ളിംഗ് ഡോൺ സ്റ്റോൺസ് ചെയ്യേണ്ടത്. മാത്രമല്ല സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമേ സ്വതന്ത്രമാക്കി അകലിൽ ഉറച്ചിപ്പൻ നാം പിന്നെയും അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. സഹോദരന്മാരെ, സ്വാതന്ത്ര്യത്തിനെ നിങ്ങൾ വിളിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഫോർ ബുധൻ യു ഹാവ് കാൾഡ് ആൻഡ് ലിബർട്ടി. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ എന്നാണ് വായിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വായിക്കുമ്പോഴത്തേക്കും ലവ് അബൗണ്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ എല്ലാ ഡിസേൺമെൻറ്റും മനസ്സിലാകുന്നു. ഫോർ ബുധൻ യു ഹാവ് കാൾഡ് ആൻഡ് ലിബർട്ടി. പിന്നെ ഡിസേൺമെൻറ്റ് ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും അപ്രൂവ് ചെയ്യാൻ നോളജിലും അതുപോലെ തന്നെ ആൾ ഡിസേൺമെൻറ്റിലും
എല്ലാ കാര്യത്തിലും അപ്രൂവ് ചെയ്യണമെന്നുള്ള അർത്ഥത്തിലും തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്റെ ശുശ്രൂഷ നിറപടിയെ നിവർത്തിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഗീവ് ഫുൾ പ്രൂഫ് ഓഫ് യുവർ മിനിസ്ട്രി എന്നുള്ള അർത്ഥത്തിലാണ് വായിക്കുന്നത്. ഫുൾ പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ക്രൈസ്റ്റ് ജീസസ് നമുക്ക് തന്ന മിനിസ്ട്രി ഓഫ് റീകൺസിലേഷൻ അത് ബിയർ ചെയ്തുകൊണ്ട്, അതായത് തെളിയിച്ചുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷികമായ ഉപദേശങ്ങളെ ക്യാൻസൽ ചെയ്തുകൊണ്ട്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ 7-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്കും എന്താണ്, പിന്നെ 20 മുതൽ 23 വരെയും അതുപോലെ തന്നെ മത്തായി സുവിശേഷം 15-18 തൊട്ട് 20 വരെയൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. മാനുഷികമായിട്ടുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതിൽ ഒന്നാമത്തെ എന്താണ്, ദുശ്ചിന്തയാണ്, പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ്. അപ്പോൾ അതൊന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ എന്താണ് ആ ദുശ്ചിന്ത, അതായത് ഈവിൾ തോട്ട്സ്, അതായത് മാനുഷികമായ ചിന്തകൾ, അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വാക്കുകൾ രൂപപ്പെടുന്നതും അതിൽ നിന്നാണ് പ്രവൃത്തികൾ രൂപപ്പെടുന്നത്. അപ്പോൾ വാക്കുകളും ഇങ്ങനെയുള്ള മാനുഷികമായിട്ടുള്ള വാക്കുകളും, അതായത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു ചിന്ത, ആ ഒരു പ്രവണത, അങ്ങനെയുള്ള തെറ്റായ ചിന്തകൾ അല്ലെങ്കിൽ പിന്നെ ജഡികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ചിന്തകൾ, അത് വാക്കിലേക്കും പ്രവൃത്തിയിലേക്കും പോകുന്നതിന് മുമ്പ് ജഡികമായ ചിന്തകളെ, അതായത് ഇന്ന പോലെ ഒരു തീരുമാനം എടുക്കാം, ഇന്ന പോലെ ഒരു കാര്യം എടുക്കാമെന്നൊരു ചിന്ത വരുമ്പം തന്നെ അതിനെ പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് എന്ന് പറഞ്ഞു 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അപ്പം തന്നെ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ഈ മിനിസ്ട്രിക്കിടയിലും അങ്ങനത്തെ തോട്ട്സ് വരികയാണെങ്കിൽ ഞാൻ പറയും പോലെ തന്നെ പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചില പാസ്റ്റർമാരെ പ്രസംഗത്തിനിടയിൽ ആമേൻ ഹല്ലേലൂയ എന്നും പ്രൈസ് ദി ലോർഡ് എന്ന് പറയത്തില്ലേ. എൻ്റെ പിന്നെ ഒരു കാഴ്ചപ്പാടിൽ പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ അടിക്കടി ഉണ്ടാകും, നമ്മൾ പിന്നെ എന്താണ് അൺറിസറക്റ്റഡ് ബോഡിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് നമ്മുടെ ബോഡി എന്ത് ചെയ്തിട്ടില്ല, ഹെവൻലി ബോഡിയായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതുവരെ നമ്മൾ അൺറിസറക്റ്റഡ് ബോഡിയാണ്, അതായത് മോർട്ടൽ ബോഡീസാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ചിന്തകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ചിന്തകൾ. നമ്മളൊക്കെ സാധാരണ ശരീരത്തിലാണ് എപ്പോഴും ജീവിക്കുന്നത്. ക്രൈസ്റ്റ് സെക്കൻഡ് കമ്മിങ്ങിലാണ് നമുക്ക് ആ എന്താണ് റിസറക്റ്റഡ് ബോഡി, ഹെവൻലി ബോഡി ലഭിക്കുന്നത്. അപ്പോൾ അതുവരെ ഇങ്ങനത്തെ ചിന്തകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ശുദ്ധവെള്ളത്താൽ ശരീരം ആശയപ്പെട്ടുമായി വിശ്വാസത്തിന്റെ പൂർണ്ണവശമുണ്ട് പരമാർത്ഥതയുടെ അടുത്തെല്ലുക എന്നുള്ള വചനം എന്താണ് നിവർത്തിയാകുവാൻ തക്കണം ഇടയായിത്തീരും. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വയമായിട്ട് എന്തുണ്ടാവും, ഒരു കോൺഫിഡൻസ്, രക്ഷാനിർണ്ണയം ഉണ്ടാവും. അപ്പം നമ്മുടെ സ്പൗസിനെ സ്നേഹിക്കാൻ തോന്നും, നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കാൻ തോന്നും, മാതാപിതാക്കളെ സ്നേഹിക്കാൻ തോന്നും, നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ തോന്നും. അതുപോലെ തന്നെ സമൂഹത്തെയും ലോകത്തേക്ക് ജനങ്ങളെയൊക്കെ സ്നേഹിക്കാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ അപ്രകാരം ഒരു ടെൻഡൻസി നമുക്കുണ്ടാകും. അപ്പം പിന്നെ എന്താണ്, നിന്നെപ്പോലെ നിൻ്റെ സഹോദരനെ സ്നേഹിക്കാന്നുള്ള കൽപ്പന അവിടെ ഫുൾഫിൽ ആകാൻ തക്കണം ഇടയത്തിൽ. പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിർക്കാനും അതുപോലെ നമ്മൾ ചെയ്യുന്ന വർക്ക് കോൺഫിഡൻസോടെ കൂടി ചെയ്യാനും ശിക്ഷാവിധി ഇല്ലെന്നുള്ള ഉത്തമ ബോധ്യത്താൽ ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ ശിക്ഷാവിധി ഇല്ലെന്നുള്ള ഒരു എനർജി ഉള്ളതുകൊണ്ട് പാപം ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ്വൽ ഇമോറാലിറ്റിയിൽ നിന്ന് മോചനം കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്ട്രോങ് ഹോൾസിൽ നിന്നും കൂടെ രക്ഷയുണ്ട്. സ്ട്രോങ് ഹോൾഡ് എന്നല്ല വായിക്കുന്നത്, സ്ട്രോങ് ഹോൾസ് എന്ന് എന്താണ് പ്ലൂറലായിട്ട് പറയുന്നത് കൊണ്ട് ഇങ്ങനത്തെ ചിന്തകൾ വരാൻ സാധ്യത ഉണ്ടെന്ന് യേശുപ്പൻ മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസിൽ കൂടെ പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ് ഹോൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് എന്ന് പറയുന്നതിൽ നമുക്കെന്താണ് ചിന്തിക്കുമ്പോൾ എത്രമാത്രം കരുതലുള്ള ക്രിസ്തേശുവാണ് നമ്മളെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ക്രിസ്തേശു എത്രമാത്രം സ്നേഹവാനും എത്രമാത്രം നമുക്ക് സ്വാതന്ത്ര്യം പിന്നെ നേടുവാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിസ്സംശയം എന്താണ് നാമിനെ അടിമത്തിൽ കൂടി വരുത് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മളെന്താണ്, നമ്മൾ സ്വതന്ത്രമായി ജീവിക്കുക, സ്വതന്ത്രമായി ചിന്തിക്കുക, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, അതായത് റോയൽ ഓഫ് ലിബർട്ടി മാത്രമല്ല, എന്താണ്, അതായത് ലോ ഓഫ് ലിബർട്ടി, അതായത് ലിബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, അതായത് ലോ ഓഫ് ലിബർട്ടി. മനസ്സിലാവുന്നുണ്ടോ? സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പെർഫെക്റ്റ് ലോ ഓഫ് ലിബർട്ടി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. അത് ക്രൈസ്റ്റ് ജീസസാണ് നമുക്ക് നൽകിയത്. യാക്കോബിൻ്റെ ലേഖനമൊക്കെ എടുത്ത് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനത്തെ ആ ഒരു തികഞ്ഞ ന്യായപ്രമാണം ഉള്ളതുകൊണ്ട്, പുതിയ നിയമം നമുക്ക് തന്നതുകൊണ്ട് നമുക്കിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ഒരല്പം വിമർശിച്ച് പഠിക്കാം. അതുപോലെ തന്നെ വി ഡി സതീശൻ അകപ്പെട്ടിരിക്കുന്ന ട്രാപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. വി ഡി സതീശനെ ആ പെരുമ്പാമ്പിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ശ്രമിക്കാം. പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള, ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഇസ്ലാമിനെ ബേസ് ചെയ്ത്, അതായത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ പൊള്ളത്തരങ്ങളും അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യാൻ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് പിന്നീട് പറഞ്ഞുതരാം.
അപ്പോൾ അങ്ങനെയുള്ള പൊള്ളത്തരങ്ങളെയും അതുപോലെ തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളും എത്രമാത്രം ദുഷിച്ചതാണെന്നൊക്കെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് വായിക്കുന്നവർക്ക് മനസ്സിലാവും, കൂടുതൽ വ്യക്തമാക്കി തരാം. അപ്പോൾ ഇന്ന് ഫോർ ബദനി ഹവൻ കാൾഡർ ലിബർട്ടി, പിന്നെ ഈ മനുഷ്യന് അപകടം വരുത്തി വയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രം, ആ ഒരു തിന്മകളിൽ നിന്നും വി.ഡി. സതീശൻ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ UDF ലീഡേഴ്സ് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ ലൈവിൽ ഞാൻ പറയാൻ പോകുന്നത് ഫോർ ബദനി ഹവൻ കാൾബർട്ടി, ഇതൊരു ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാമാണ്. വി.ഡി. സതീശനോട് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി, അതായത് പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് രാജവെമ്പാല പാമ്പിനെക്കാളും വിഷമുള്ളതാണ്. പിന്നെ ഇടയിൽ നമ്മൾ ചരിത്രങ്ങളൊക്കെ അറിയാവുന്ന ആളുകളാണ്. ബൈ ദ ഗ്രേസ്, നമ്മൾ വലിയ പണ്ഡിതന്മാരൊന്നുമില്ല. പക്ഷേ കോവിഡ് കാലഘട്ടത്തിൽ ജോലിയും കൂലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് പരന്ന വായന, അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഫയൽ സബ്മിറ്റ് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്യണം, ഇത് സബ്മിറ്റ് ചെയ്യണം. നമുക്കങ്ങനെ വേലയും കൂലിയൊന്നും ഇല്ല. രാവിലെ ഇഡലിയും ചമ്മന്തിയും കഴിക്കും, ടെറസിന് മുകളിലിരിക്കും, വീഡിയോ കാണും, പഠിക്കും, വായിക്കും, പരന്ന വായന. പിന്നെ ഞാൻ ബൈ ദ ഗ്രേസ് ഒരു മിമിക്രി ആർട്ടിസ്റ്റും പാട്ടുകാരനൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പത്രങ്ങളൊക്കെ വായിക്കുവാനും പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമിക വീഡിയോസിനെ വിമർശിക്കുന്ന എങ്ങനെയെന്നൊക്കെ പഠിക്കുവാനും ഇടയിൽ തരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അങ്ങനെ ഖുർആൻ കുറച്ച് പഠിച്ചു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അന്യമതസ്ഥരെ വെട്ടിക്കൊല്ലുവാനും അവരുടെ പിരടിക്ക് മീതെ വെട്ടുവാനും അവരുടെ വിരലുകൾ വെട്ടിക്കളയാനും അവർക്ക് ഭയമിട്ട് കൊടുക്കാനും ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമാക്കാനും അതിനുവേണ്ടി റേപ്പ് ചെയ്യാനും എന്തൊക്കെ കയ്യും കാലും ഇട്ടും അതൊക്കെ ചെയ്യാനുള്ള ക്രൂര വിഷപ്പാമ്പിൻ്റെ മതമാണ്. മനസ്സിലായി? 2020 വരെ എനിക്കത് അറിയത്തില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അറിഞ്ഞ ഒരു സത്യം നമ്മൾ മാത്രം രക്ഷപ്പെട്ട പോരാ, ഫേസ്ബുക്കിൽ കൂടെ അനേകരെ അറിയിക്കണമെന്നുള്ള ഉദ്യമത്തിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു 4-5 വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നത്. അതിൻ്റെ പിറകെ ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രവർത്തനമാണ്. ഏതാണ്ട് ഒരു 5 വർഷമായിട്ട്. പിന്നെ ആദ്യമൊക്കെ വീഡിയോസൊക്കെ കാണുമ്പം നമുക്ക് വീഡിയോ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ സ്വന്തമായി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും പിന്നെ നമ്മളൊന്നും പോപ്പുലർ അല്ലാത്തതുകൊണ്ടും മറ്റാരും അല്ലാത്തതുകൊണ്ടും ഞാനൊന്ന് ഫേസ് കാണിക്കാതെയുള്ള വീഡിയോസാണ്. അതുകൊണ്ടൊരു സുരക്ഷയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സുരേഷ് ഗോപിയും മറ്റവരും മറിച്ചവരും നരേന്ദ്രമോദിയും പിണറായി വിജയൻ അവരൊക്കെ ഫേസ്ബുക്ക് കട്ടയിൽ ആളുകൾ മൈൻഡ് ചെയ്യത്തുള്ളൂ. നമ്മളൊന്നും ഒട്ടാരും മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്തതുകൊണ്ട് ആ ഫ്രീഡത്തോടു കൂടി നമുക്ക് എന്തും പറയാം, എന്തും വിമർശിക്കാം. ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്. വി.ഡി. സതീശനോട് നമുക്ക് വിരോധമൊന്നുമില്ല. മനസ്സിലല്ലേ? ഞാനും LLB കഴിഞ്ഞിട്ടുണ്ട്. 2002 1999-2002 വരെ ലാ കോളേജിൽ, ഗവൺമെൻറ് ലാ കോളേജിൽ പഠിക്കാൻ ഇടയിൽ തരുന്നു. പിന്നെ ഫിസിക്സിലൊക്കെ ബിരുദവും ബിരുദാനന്തര ബിരുദവും എഡ്യൂക്കേഷനിൽ ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ വീഡിയോസിൽ അതിൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ ഉണ്ടാവും. നിരീശ്വരവാദികൾക്കൊക്കെ നല്ല ചുട്ട മറുപടി തരാനിരിക്കുകയാണ്. അതുപോലെ സനാതനധർമ്മവാദികൾക്ക്, അതായത് ഈ ബ്രാഹ്മണിസമുണ്ട്, ബ്രാഹ്മണന്മാർ വരുമ്പോൾ ക്ഷത്രിയന്മാർ മറ്റേ 36 അടി മാറിയോ സംതിങ് മാറിയൊക്കെ നടക്കണമെന്നൊക്കെ പറയത്തില്ല. അതിനൊക്കെ അവർക്കുള്ള മരുന്ന് വേറെ തരം. നമ്മൾ ഹോമിയോയിലൊക്കെ സാധനം മരുന്ന് കൊടുക്കുമ്പം തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് ചെയ്യും, വയറ്റുവേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് വെരിക്കോസ് വെയിൻ്റെ മരുന്ന് കൊടുക്കുന്നതും. അത് കഴിഞ്ഞാണ് പിന്നെ ശ്വാസകോശ രോഗങ്ങൾക്കുള്ള മരുന്ന് കൊടുക്കുന്നത്. എല്ലാ മരുന്നും കൂടെ ഒന്നിച്ച് കഴിക്കേണ്ട കാര്യമില്ല. ആദ്യം മുസ്ലിങ്ങൾക്കുള്ള ഇത് കേൾക്കുക, അത് കഴിഞ്ഞിട്ട് സനാതന ധർമ്മവാദികൾക്കും പിന്നെ മറ്റവർക്കുള്ള മരുന്ന് പുറകെ വരുന്നുണ്ട്. ആദ്യം ഈ വിഷയം തീർത്തോട്ടെ കേട്ടോ. പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. പിന്നെ BJPക്കാരൊക്കെ നോർത്ത് ഇന്ത്യയിലെ പാസ്റ്റർമാരോടും അവിടുത്തെ ഭാര്യമാരോടൊക്കെ ചെയ്യുന്ന എന്താണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിമർശനം ഉണ്ടാവും. നമ്മളൊന്നും ചെവി കേൾക്കാത്തവരോ കണ്ണ് കാണാത്തവരോ മറവി രോഗമുള്ളവരോ പേപ്പർ വായിക്കാത്തവരോ ലോകത്തെടുക്കുന്ന സംഭവങ്ങൾ. പണ്ടത്തെ പോലെ അല്ലടെ, ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് വാർത്തകൾ അവിടെ ഇടുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യും, ആ സമയത്ത് തന്നെ ഇവിടെ കിട്ടും. പണ്ടത്തെ 1980-ലെ 90-ലെ കാലഘട്ടം പോലെ അല്ല. ആളുകൾ കുറെ കൂടെ അറിവിന് വേണ്ടി നോളജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നവരാണ്. നമ്മൾ ഒരു ദിവസം ജീവിച്ചാലും സിംഹത്തെ പോലെ ജീവിക്കുക, ഐശ്വര്യം വേണ്ടി ജീവിക്കുക. ഈ വിലക്കയറ്റം കൂടിയ ലോകത്തിൽ ഒരുപാട് കാലം ജീവിക്കണമെന്നൊന്നും നമ്മൾ ആരോടും മനസ്സുകൊണ്ട് പോലും പറഞ്ഞിട്ടൊന്നുമില്ല. ക്രൈസിസ് ഹെവൻലി കിങ്ഡത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ശുശ്രൂഷ തീരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, യാതൊരു വേദനയും ഇല്ലാതെ ക്രിസ്തു തൻ്റെ ഹെവൻലി കിങ്ഡത്തിലേക്ക്, സ്വർഗീയ രാജ്യത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കും. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ജീവിക്കുന്ന കാലമൊക്കെ നമ്മുടെ ശുശ്രൂഷകളൊക്കെ എന്ത് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക. നമുക്ക് പറയാനുള്ള സ്വതന്ത്രമായിട്ട് പറയുക. മനസ്സിലാകുന്നുണ്ടോ? സിനിമ ഡാൻജീന് എത്ര വർഷമാണ് ജീവിച്ചിരുന്നത്? 42 വയസ്സ് വരെയല്ലേ ജീവിച്ചുള്ളൂ. പുള്ളി ജീവിച്ച കാലമൊക്കെ എങ്ങനെയാണ്? സ്വതന്ത്രമായിട്ടാണ് ജീവിച്ചത്. ആ ഹെലികോപ്റ്ററിൽ കയറണ്ടായിരുന്നു. പുള്ളിയുടെ ഭാഷ പറഞ്ഞ്, ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു, ഒരു ബസ് ഉണ്ടായിരുന്നെങ്കിൽ ബസ്സിൽ കയറി പോകാമായിരുന്നു. അപ്പോൾ പോട്ട് ആ വ്യക്തി നമുക്ക് നഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ പ്രേം നസീർ. അപ്പോൾ അതുപോലെ ഒരുപാട് കാലം ഒന്നും ഇവിടെ ജീവിച്ച് പെട്രോളിന് ഡീസലിന് എന്നും ഇങ്ങനെ അടിച്ച് വിലക്കയറ്റവും കൂടി. മനസ്സിലാകുന്നുണ്ട്? ആളുകളുടെ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നതിനേക്കാളും ഭേദം നമ്മൾ ജീവിക്കുന്ന കാലം നമ്മൾ സ്വതന്ത്രമായിട്ട് സംസാരിക്കുക. ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും സ്വതന്ത്രമായിട്ട് ജീവിക്കുക. നമ്മളൊക്കെ പേപ്പറിൽ വായിക്കുന്നില്ലേ, ചില കുട്ടികളൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് അപകടത്തിൽപ്പെടുന്നതും. മനസ്സിലാകുന്നുണ്ടോ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രൈസിസ് ഹിതമായിരിക്കും. ഒരുപാട് കാലം ഈ വിലക്കയറ്റമുള്ള ലോകത്തും കപടമുള്ള ലോകത്തും കിടന്ന് കഷ്ടപ്പെടാതെ ആദ്യമൊക്കെ നെല്ലിക്ക കഴിക്കുമ്പോഴത്തേക്കും ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.
അപ്പോൾ അതുകൊണ്ട് ക്രൈസ്റ്റ് അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചെയ്യുന്നു. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ വേറെ യാതൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ക്രിസ്തു പറഞ്ഞത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗ്ഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണെന്നാണ് വായിക്കുന്നത്. ഒരു ശിശു മരിച്ചു കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു അവരുടെ ജന്മപാപത്തിന് വേണ്ടി, ഒരു ശിശു, ഒരു ബേബി മരിച്ചു കഴിഞ്ഞാൽ ജന്മപാപത്തിന് വേണ്ടി ക്രൈസ്റ്റ് ജീസസ് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് അവരെ പെടുന്ന എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ ശരീരം വെടിഞ്ഞ് ഉടനെ തന്നെ ക്രൈസ്റ്റ് ജീസസ് പിന്നീട് അവരുടെ ബോഡി ഉയർപ്പിക്കും. അവരുടെ ആത്മാവിനെ, അവരുടെ സോളിനെ ക്രൈസ്റ്റ് ജീസസ് ഈ ഹെവൻലി കിങ്ഡത്തിലേക്ക് ചേർത്ത് അവരെന്ത് ചെയ്തിരിക്കും, അവർ സേഫായിരിക്കും, അവർ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടി ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട കാര്യമില്ല. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുതെന്നാണ് വായിക്കുന്നത്. സ്വർഗ്ഗരാജ്യം അങ്ങനെയുള്ളവരുടേതാണെന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് അവർ പാതാളത്തിലോ നരകത്തിലോ പോകുന്ന യാതൊരു ആശങ്കയും വേണ്ട. മാത്രമല്ല അവർക്ക് സ്നാനം എന്താണെന്നോ അങ്ങനെ ഒരു തിരിച്ചറിവ്, അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള പ്രായമായിട്ടില്ലെന്ന് ആർക്കറിയാം. സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന അവർ വൺ ലോർഡ് സേർ ജീസസ് ക്രൈസ്റ്റിനെ അറിയാമെന്നുള്ളതുകൊണ്ട് അവർ ഒരു കാരണവശാലും നരകത്തിലേക്കോ പാതാളത്തിലേക്കോ നിത്യദണ്ഡനത്തിലേക്കോ തീയിലേക്കോ ഒന്നും ഇട്ടുകളയത്തില്ല. മാത്രമല്ല ശിശുക്കൾക്ക് വേണ്ടി കൂടിയാണ്, ലോകത്തുള്ള എല്ലാ ശിശുക്കൾക്ക് വേണ്ടി കൂടിയാണ് ക്രൈസ്റ്റ് ജീസസ് ക്രൂശിൽ മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. അതായത് ചില സമയത്ത് ചില അപകടങ്ങൾ നടക്കുമ്പോൾ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും വേദന ഉണ്ടാവത്തില്ലെന്ന് പറയുന്നില്ല, വേദന ഉണ്ടാവും. പക്ഷേ ഏത് കുട്ടികളാണെങ്കിലും, മുസ്ലിം കുഞ്ഞുങ്ങളാണെങ്കിലും ആരാണെങ്കിലും, അവരെ ആ സമയത്ത് എടുത്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളർന്നു വന്ന് വലിയ തീവ്രവാദികളായി പൊട്ടിച്ചെതറി സമൂഹത്തിന് ഒരു ഭീഷണിയാകാതെ തന്നെ ഉള്ള സ്നേഹത്തിൽ, ഉള്ള മാന്യതയിൽ, മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ചില ആളുകൾ പറയത്തില്ലേ, നമ്മൾ അങ്ങനെ വരത്തില്ല, സ്വരം നന്നാവുമ്പോഴേ പാട്ട് നിർത്തണമെന്ന് പറയും, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സ്വരം എപ്പോഴും നന്നായിരിക്കട്ടെ. KJ യേശുദാസിൻ്റെ സ്വരം ഇപ്പോഴും നല്ലതാണ്, മനസ്സിലാകുന്നു. ദിവസം 8 വീഡിയോ വെച്ച് പുള്ളി യൂട്യൂബ് ചാനലിൽ ഇറക്കാറുണ്ട്. അപ്പോൾ സ്വരം എപ്പോഴും നന്നായിരിക്കും. ക്രൈസ്റ്റ് ജീസസ് നമ്മളെ ധാരാളമായി സഹായിക്കും. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വഷളായി പോകുന്നതിന് മുമ്പ്, കൂടുതൽ ഇസ്ലാമിക വിഷചിന്തകൾ വരുന്നതിന് മുമ്പേ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും, ക്രൈസ്റ്റ് ജീസസ് സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കും. പിന്നീട് ക്രൈസ്റ്റിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നുള്ള അർത്ഥത്തിൽ അവരെ ശരീരത്തിലേക്ക് റീയൂണൈറ്റ് ചെയ്ത് അവിടെ അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് ഹെവൻലി ബോഡി, സ്വർഗീയ തേജസ്സുള്ള പ്രകാശമുള്ള ശരീരം കൊടുത്തിട്ട് അവരൊരിക്കലും മരിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യും, വീണ്ടും ക്രൈസ്റ്റ് ജീസസിൻ്റെ രാജ്യത്തിലേക്ക് ചേർത്ത് അവർക്ക് വലിയ വലിയ ഡ്യൂട്ടീസും പദവികളും ഡെത്തേ ഇല്ലാത്ത, അതായത് ക്രൈസ്റ്റിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൽ എല്ലാ വിശ്വാസികൾക്കും എന്തുണ്ടാവും, ഹെവൻലി ബോഡി, ഇമ്മോർട്ടൽ ബോഡി, അമർത്യമായ ശരീരം, അതായത് മരണമില്ലാത്ത ശരീരം, അതായത് തീയിലോ വെള്ളത്തിലോ ലേസർ കൊണ്ട് അടിച്ചാലൊന്നും മരിക്കാത്ത ശരീരം, ക്യാൻസറോ ശ്വാസകോശ രോഗമോ ഹാർട്ട് അറ്റാക്കോ വരാത്തൊരു ശരീരം കൊടുക്കുമല്ലോ. പിന്നെ മരിക്കുന്ന അസാധ്യമായിരിക്കും, അവർക്കിനി മരിപ്പാനും കഴിയില്ലെന്നാണ് വായിക്കുന്നത്. ആ ഒരു ശരീരം കൊടുക്കുന്ന വേളയിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കും തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു നീതി. ഇപ്പോൾ അബോർട്ടഡ് ആയിട്ടുള്ള ചൈൽഡ്, ഗർഭചിത്രം നടത്തി കുട്ടികളുടെ ആത്മാക്കളൊക്കെ എവിടെ പോകുന്നത് നിങ്ങളെ കരുതിയത്? ഒരു കാരണവശാലും അവർ പാതാളത്തിൽ പോകത്തില്ല. അവരുടെ ആത്മാവിനെ സൃഷ്ടിച്ചത് ക്രിസ്തു ആയതുകൊണ്ട് അവരുടെ ശരീരത്തെ എങ്ങനെയാണോ, ചാരത്തിൽ നിന്നാണെങ്കിലോ നേരത്തിൽ നിന്നാണെങ്കിലോ എന്താണെങ്കിലും, മനസ്സിലാകുന്നുണ്ടോ, പൊടിയിൽ നിന്നാണെങ്കിലോ കോർപ്പറേഷൻകാരുടെ ചവറിൽ നിന്നാണെങ്കിലോ അവരുടെ ശരീരത്തെ ഉയർപ്പിച്ചെന്ത് ചെയ്യും. ക്രൈസ്റ്റിന് ഒരു സെക്കൻഡ് പോലും വേണ്ട. അവരുടെ മൂലകണങ്ങൾ, അണുക്കളെ, ആറ്റംസിൽ നിന്നും മോളിക്യൂൾസിൽ നിന്നും ആറ്റംസിൽ നിന്നും ന്യൂക്ലിയസിൽ നിന്നൊക്കെ അവരെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അതുപോലും വേണ്ട. അതിനുമുമ്പ് അവരെ ശരീരം പഴയതുപോലെ ആക്കി കൊടുത്തിട്ട് അതിനെ ഗ്ലോറിഫൈഡ് ബോഡിയൊക്കെ അവർ ഉയർത്തെഴുന്നേൽപ്പിച്ച് പ്രത്യാശയോടുകൂടി, കണ്ണുകളിൽ പ്രകാശത്തോടുകൂടി, അല്ലെങ്കിൽ ബോഡിയിൽ റേഡിയൻ്റ് ഒരു പ്രകാശത്തോടുകൂടി അവർക്ക് വാതിലടച്ചാൽ അകത്ത് പ്രവേശിക്കാൻ പറ്റും. വിത്ത് ബോഡിയാണ്. ഒരു കാര്യം ഓർക്കണം, ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റ ശേഷം കേവലം ഒരു സ്പിരിറ്റായിട്ട് മാത്രമല്ല ചെവര് കടന്നതും തുരുന്നതും പറന്നതും ഒക്കെ. ക്രൈസ്റ്റ് പറഞ്ഞ് എൻ്റെ ബോഡി തൊട്ട് നോക്കാനാണ് തോമസിനോട് പറഞ്ഞത്. അപ്പോൾ തൊടാനും പിടിക്കാനും മനസ്സിലാക്കാനും തെളിവോടുകൂടി ഒരു ബോഡിയോടുകൂടി ക്രിസ്തു എന്ത് ചെയ്തു, ഉയർത്തെഴുന്നേറ്റത്. കേവലം ഒരു കഥയല്ല ക്രിസ്തേശം മരണത്തെ ജയിച്ച് മൂന്നാം തന്നെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. നിരീശ്വരവാദികളോട് എനിക്ക് പറയാനുള്ളത്, കണ്ടുപടി, മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു അതുപോലെ തന്നെ വാതിൽ അടച്ചിരിക്കുക അകത്ത് പ്രവേശിച്ചു എന്നാണ് വായിക്കുന്നത്. അവിടെ വാതിൽ ഹലോ ഒന്ന് തുറക്കണേ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഉയർപ്പിൻ ശരീരത്തിൽ നമുക്കും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവും. നമുക്ക് കാലത്തിനും സമയത്തിനും അതീതമായൊരു ശരീരം ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനും ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് വാനിഷാകാൻ, അപ്രത്യക്ഷമാകാൻ, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെയുള്ള പ്രത്യേകതയുള്ള ബോഡി ഉണ്ടാവും. പിന്നെ കണ്ണടച്ചുറക്കുന്ന നിമിഷം കൊണ്ട് നക്ഷത്രത്തിലും ചന്ദ്രനിലും സ്പേസിലും ഓക്സിജനൊന്നും ഇല്ലാതെ ഈ ഭൂമിയിലെ നിയമങ്ങൾ, ഗുരുത്വാകർഷണ ബലമോ മെഡിക്കൽ സയൻസിന് അതീതമായ, അതായത് ജരാനരകളില്ലാതെ, താടി നിരയ്ക്കാതെ, അതായത് കൈയും കാലും വിറയ്ക്കാതെ, മനസ്സിലാകുന്നുണ്ടോ, ശ്വാസകോശ രോഗങ്ങളോ തേരി കയറുമ്പോൾ ശ്വാസം മുട്ടോ ഒന്നും ഇല്ലാത്തതായിട്ടുള്ള രോഗം നമുക്ക് പറന്നു പോകാൻ കഴിയുന്ന സ്വതന്ത്രമായ ബോഡിയും ആർക്കും കൂടെ കൊടുക്കും. ഈ കൊച്ചു കുട്ടികൾക്കും കൂടെ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്കെന്തുണ്ട്, ക്രൈസ്റ്റ് ജീസസിന്റെ നീതി വെളിപ്പെടാൻ എന്ത് ചെയ്യും കഴിയും. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിക്കാം. ആരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി? പുള്ളിംഗ് ഡോണസ്റ്റർ ഹോൾസ്. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തരം ഫ്രോഡാണ്.
ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാം തരം ഫ്രോഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രോഡുകളെ തിരിച്ചറിഞ്ഞ്, മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെയുള്ള വിഷങ്ങളെ തിരിച്ചറിഞ്ഞ്, അങ്ങനെയുള്ള രാജവെമ്പാല പാമ്പുകളെ തിരിച്ചറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ക്രിസ്ത്യൻസിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് അവരെ എക്സ്പോസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മാത്രമല്ല, നിന്റെ അയൽക്കാരനെ ദ്രോഹിക്കാനും, അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെ ചതിക്കാനും, നിന്റെ അയൽക്കാരനോട് പരുഷമായി പെരുമാറാനും, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് എന്താണ്, പിന്നെ സ്ത്രീകളെ റേപ്പ് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുന്നതിനുള്ള മതം, എതിർക്കുന്നവരെ കയ്യും കാലും വെട്ടാൻ പഠിപ്പിക്കുന്നതായിട്ടുള്ള മതം, ദുഷിച്ച മതം, പിന്നെ നാമിനെ അടിമത്തിൽ കൂടി വരുത്, ഇതിനെ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ശാപങ്ങളിൽ നിന്ന് വിട്ടൊഴിയാൻ തക്കണം VD സതീശന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ നമുക്ക് ധാരാളമായിട്ട് ആശ്രയിക്കാം. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അവർക്ക് വേണ്ടി, അതായത് അവിശ്വാസികൾക്ക് വേണ്ടി, നോൺ മുസ്ലിംസിന് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ പെരടികൾക്ക് മീതെ വെട്ടികൾക്ക് അവരുടെ വിരലുകൾ വെട്ടിക്കളയുക എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക, ആ അർത്ഥത്തിൽ പറയുന്ന ഇസ്ലാമിക റെഫറൻസസ് എല്ലാം, അവരുടെ തെറ്റായ കർമ്മശാസ്ത്രത്തിന്റെ റെഫറൻസ് എല്ലാം നമ്മൾ കണ്ടു. അത് റിസർച്ച് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം, പഠിക്കണം, ഒക്കെ ചെയ്യണം. ഇനി നമ്മൾ ബാക്കി തെളിവുകളിലേക്ക് കിടക്കുകയാണ്. ഇസ്ലാം മതം സ്ത്രീകളോട് എങ്ങനെയുള്ളതാണ് അവരുടെ സമീപനം എന്നുള്ളത് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ക്രിസ്ത്യൻസിന്റെ കൃപയിൽ ആശ്രയിക്കാം. ഇപ്പോൾ VD സതീശൻ പെട്ടിരിക്കുന്നതായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള തെറ്റായ കൂട്ടുകെട്ടുകൾ രാജ്യത്തിന് എത്രമാത്രം ഡേഞ്ചറസ് ആണ്. ഇടയിൽ നമുക്ക് കണ്ണും കാതും ഒക്കെ ഉണ്ടടേ, നമുക്ക് ബോധങ്ങളുണ്ടടേ, നമ്മൾ പേപ്പർ വായിക്കണം, മറവി രോഗം ഇല്ലടേ. നമ്മൾ തീർച്ചയായിട്ടും സനാതന ധർമ്മവാദികൾക്കും അതുപോലെ ഇസ്ലാമികവാദികൾക്കും തക്ക ചുട്ട മറുപടി കൊടുക്കൂടാ. ഫോർബിഡൻ യു ഹാവ് കൗണ്ടർ ലിബർട്ടി. എങ്ങനെയൊക്കെയാണ് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. പിന്നെ തീർച്ചയായിട്ടും ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ ആശ്രയിച്ചു നമ്മൾ ഇന്നലെ വരെ പഠിച്ചതിന്റെ ഒരു ഷോർട്ട് ഫോം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതാ നോക്കും. ഷോർട്ട് ഫോം നോക്കുമ്പോഴത്തേക്കും എന്താണ്, പിന്നെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് വേണ്ടി പതിയിരിക്കുകയും ചെയ്യുക എന്ന് വായിക്കുന്നു. പിന്നെ കണ്ടോ, അപ്പൊ സൂറ 9:5 വായിക്കുന്നത് പതിയിരിക്കാവുന്നിടത്തെല്ലാം എന്ത് ചെയ്യുക? പതിയിരിക്കുകയും ചെയ്യുക. നമ്മൾ തെളിവില്ലാതെയല്ല പറയുന്നത്, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഫോൾഡറിലാക്കി പിന്നെ നോട്ട് പോലെ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതുപോലത്തെ ലൈവ് വീഡിയോ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് എടുത്ത് അവതരിപ്പിച്ചാൽ മതി. പിന്നെ പണ്ടത്തെ ചില ആളുകളെ പോലെ എവിടെയുടെ ആ ഫയൽ, എവിടെയുടെ ഈ ഫയൽ എന്ന് പറഞ്ഞു ബബ്ബ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്പം തപ്പേണ്ട കാര്യമില്ല. പിന്നെ നമ്മളൊക്കെ ബിഎഡിനൊക്കെ പഠിച്ച സമയത്ത് ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയും. അപ്പം നമുക്ക് നല്ലതായിട്ടുള്ള ട്രെയിനിങ്, ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ അധ്യാപകർ എന്ത് ചെയ്യണം? അവർ സ്വന്തമായിട്ട് ആ ക്ലാസ് എങ്ങനെയാണെന്നും ലാബിൽ പോയി കെമിസ്ട്രിയുടെ ആ പരീക്ഷണങ്ങളൊക്കെ സ്വയമായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. പിള്ളേർ മുമ്പിൽ പോയി ഇത് നാറാതിരിക്കുന്നതിനേക്കാളും ഭേദം. ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ നടന്മാർ പിന്നെ ബബബ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാരിക്കുന്നതിനേക്കാളും ഭേദം റിഹേഴ്സൽ എന്ന് പറയും. നാട്ടുകാർ സാധാരണ റിഹേഴ്സൽ എന്ന് പറയും. അങ്ങനെ റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിലോ അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിലോ നമുക്ക് നാണം കെടാതെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സബ്ജക്റ്റ് അവതരിപ്പിക്കാൻ പറ്റും. അതുപോലെ നമ്മളൊരു ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ്? അതല്ലേ പ്രിൻസിപ്പൽമാർ ടീച്ചർമാരോടാണ്, ടീച്ചേഴ്സ് ബി വെൽ പ്രിപ്പയർഡ്. നിങ്ങളൊരു ക്ലാസ് എടുക്കുന്നതിന് നിങ്ങളുടെ ക്ലാസ് എനിക്കൊന്ന് കാണണം, നിങ്ങളുടെ ലെസൺ പ്ലാൻ എനിക്ക് എഴുതി ടേബിളിൽ സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ ഏതൊക്കെ വിഷയമാണ് ക്ലാസ് എടുക്കുന്നത്, എന്താണ് ക്ലാസ് എടുക്കുന്നത്, CCTV കൂടെ ഒബ്സർവ് ചെയ്യുന്ന കൂടാതെ ഞാനും കൂടെ നോക്കട്ടെ. എന്നിട്ട് പ്രിൻസിപ്പളെ ക്ലാസ്, ടീച്ചർമാരുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യാൻ വരും അല്ലേ? അതുപോലെ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനുമ്പേ പ്രിപ്പയർ ചെയ്യണം. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കണ്ടെടുത്ത് വെച്ച കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത നമ്മൾ നോക്കി 9:121 സത്യവിശ്വാസികളുടെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. എങ്ങനെയുണ്ട് ഈ പുസ്തകം? മനസ്സിലാവുന്നുണ്ടോ? ഫോർബിഡൻ യു ഹാവ് കൗണ്ടർ ലിബർട്ടി. ഇനി 9:73 നമ്മൾ വായിക്കുമ്പോഴത്തേക്കും എന്താണ്, നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പിന്നെ എന്താണ്, കാട്ടുകോഴി ഇതിനേക്കാളും ഭേദമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാം തരം റേപ്പിസ്റ്റും ഒന്നാം തരം ക്രിമിനലുമാണ്, നൊട്ടോറിയസ് ക്രിമിനലാണ് അവൻ. മനസ്സിലാവുന്നുണ്ടോ? നബിയെ സത്യനിഷേധ തെളിവ് സഹിതം പറയുന്നു. സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ വീഡിയോസും അനിൽകുമാർ അയ്യപ്പന്റെ വീഡിയോസും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ചാനൽസ്, അതായത് നസ്രീൻ കാളർ, അജീഷ് ജോസഫ് ഒഫീഷ്യൽ, വാരിയർ, അങ്ങനെയുള്ള ചാനൽസ്, ഷിജിമോൻ തങ്കപ്പന്റെ ഒക്കെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലബ് ഹൗസ് ഡിബേറ്റ്, ഇസ്ലാമിക സംവാദം, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ്, അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ക്രൂവലാണ് മുഹമ്മദ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവർക്കുള്ള സങ്കേതം നരകമത്രേ. ഇനി 66:9 നമ്മൾ വായിക്കുമ്പോൾ നബി സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും നീ സമരം ചെയ്യുകയും അവരോട് എന്ത് ചെയ്യുക? പരുഷമായി പെരുമാറുകയും ചെയ്യുക. എത്ര പിന്നെ
എന്താണ് ക്രൂരമായ പുസ്തകമാണെന്ന് നോക്ക്. എന്നാൽ ക്രിസ്തേശ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ദിസ് ഈസ് മൈ കമാൻഡ്മെന്റ് ദാറ്റ് യു ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. मेरी आज्ञा यह है कि जैसा मैंने तुमसे प्रेम रखा वैसा ही तुम भी एक दूसरे से प्रेम रखो. മനസ്സിലാകുന്നുണ്ടോ? 9:111 നമ്മൾ ഇന്നലെ വായിച്ചു. അവരുടെ ധനവും അവരുടെ ദേഹങ്ങളും ധനവും പൊട്ടിത്തെറിക്കാൻ ഇവരെ ക്രൂരദേവൻ മേടിച്ചിരിക്കുന്നു. 8:12 നിന്റെ രക്ഷിതാവ് മലക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് സത്യവിശ്വാസികൾ ഓർപ്പിച്ചു. സത്യവിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണ് കപട മതവിശ്വാസികളാണ്, മുസ്ലിം മതം. സത്യനിഷേധങ്ങളുടെ മനസ്സിലെങ്കിൽ ഭയമിട്ട് കൊടുക്കുന്നതാണ്. ബൈബിൾ വായിക്കുന്ന എന്താണ്? ധീരത്വത്തിന്റെ ആത്മാവനല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവിനെ അത്ര ഗോഡ് ഈസ് ഏബിൾ ടു നമുക്ക് നൽകിയത്. ആ അർത്ഥത്തിൽ പറയും. എടുത്ത് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നുണ്ടോ? 2 തിമോഥെയോസ് 1:7 വായിച്ചാൽ മനസ്സിലാവും. റോമർ 8:15-16 വായിക്കുമ്പോൾ നാമോ പിന്നെയും ഭയപ്പെടേണ്ടതിന് ബന്ധനത്തിന്റെ ആത്മാവനല്ല, അബ്ബാപിതാവ് എന്ന് വിളിക്കുന്ന സൺഷിപ്പിന്റെ ആത്മാവനത്രേ പ്രാപിച്ചിരിക്കുന്നത്. അതിനാൽ ആ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക, അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. 8:12 വായിക്കുന്നത്. 5:87 വരെ നമ്മൾ നോക്കി. പിന്നെ ഇവരെ ദൈവം അനുവദിച്ച് തന്ന വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ നിശ്ചിതമാക്കരുത്. എന്താണ് വിശിഷ്ട വസ്തുക്കൾ? അതായത് ബലാത്സംഗത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളും ബലാത്സംഗം ചെയ്യാൻ വേണ്ടി അവരെ പിടിച്ച സ്ത്രീകളും അടിമ സ്ത്രീകളും പിന്നെ റേപ്പിസം, അതായത് ബലാത്സംഗം, ഇതാണ് യവൻ പറഞ്ഞിരിക്കുന്ന വിശിഷ്ട വസ്തുക്കൾ. ഹൈദരാലിയും ടിപ്പു സുൽത്താനും ടിപ്പുവിന്റെ പടയോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് അക്ഷരം ബുക്ക് പൊടിയടിച്ച് ചിലന്തി വല പിടിച്ചിരുന്നാൽ പോരാ, വല്ലപ്പോഴൊക്കെ എടുത്തത് വായിച്ചു നോക്കണം. വീട്ടിനൊക്കെ ശുദ്ധിയാക്കി ചവറൊക്കെ ശുദ്ധിയാക്കിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? വല്ലപ്പോഴും പുസ്തകങ്ങളെങ്കിലും എടുത്ത് വായിച്ചു നോക്കണം. ഒന്നുമില്ലെങ്കിൽ ന്യൂസ് പേപ്പറെങ്കിലും എടുത്ത് വായിച്ചു നോക്കണേ. അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ പെരുമ്പാമ്പ് നിങ്ങളെ ചുറ്റാതിരിക്കണമെങ്കിൽ ഈ പെരുമ്പാമ്പിനെതിരെ ആ പാമ്പ് പിടിയന്മാരെ വരുത്തി ഇതിനെ തുരത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കഷ്ടത്തിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ കരുതുന്നതിനേക്കാൾ അപ്പുറം വിഷമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സനാതന ധർമ്മം. ഇപ്പോഴത്തെ ചില പൊളിറ്റീഷ്യൻസ്മാരെല്ലാം എന്താണ് ഷുഗർ കോട്ടിംഗ് നടത്തി ഇതിനെയൊക്കെ വെളുപ്പിക്കുന്നുണ്ടും ഇതിനെതിരെയുള്ള, അതായത് ഇസ്ലാമിനെതിരെയുള്ള വാർത്തകൾ അധികം പടച്ചുവിടാത്തത് കൊണ്ടുമാണ് ഞാനിത് എന്ത് ചെയ്യുന്നത് ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇങ്ങോട്ട് നോക്ക്. എൻ്റെ ഇതിൽ പേജ് നമ്പർ എത്രയാണ്? 35. അവിടെ വായിക്കുമ്പോൾ എന്താ? പ്രോഫറ്റ് ഹേർഡ് ദ ന്യൂസ് ദാറ്റ്, പ്രോഫറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾസ് പ്രോഫറ്റ് ആണ്. ന്യൂസ് ദാറ്റ് പീപ്പിൾ ഓഫ് ദി പേർഷ്യ ഹാഡ് മേഡ് ദ ഡോട്ടർ ഓഫ് ഖുസ്രാവ് ദെയർ ക്യൂൻ. ഹി സെഡ് നെവർ വിൽ സക്സീഡ് സച്ച് എ നേഷൻ ആസ് മേക്സ് ഹ്യൂമൻ ദെയർ റൂളർ. സ്ത്രീകളെ ദേശത്തിന്റെ റൂളറാക്കി കഴിഞ്ഞാൽ ദേശം ഗുണം പിടിക്കത്തില്ലെന്ന്. എത്ര ദുരുപദേശമാണെന്ന് നോക്ക്. അതിന്റെ റെഫറൻസ് പറഞ്ഞുതരാം. ഇതാ സയ്യൽ ബുക്കാരി 7099, ഇൻ ബുക്ക് റെഫറൻസ് ബുക്ക് 92, ഹദീത്ത് 50, USC MSA വെബ് ഇംഗ്ലീഷ് റെഫറൻസ് വോളിയം 9, ബുക്ക് 88, ഹദീത്ത് 219. മനസ്സിലാകുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ അടുത്ത റെഫറൻസ് നോക്കാം. നമുക്ക് അടുത്ത റെഫറൻസ് നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ദ പ്രയർ ഈസ് സെവീഡ് ബൈ എ ബ്ലാക്ക് ഡോഗ് ആൻഡ് എ വുമൺ ഹു ഹാസ് റീച്ച്ഡ് ദ ഏജ് ഓഫ് മെൻസ്ട്രേഷൻ. മനസ്സിലാകുന്നുണ്ടോ? അതായത് മെൻസസ് ആയ ഒരു സ്ത്രീയും കറുത്ത പട്ടിയും ഉണ്ടെങ്കിൽ ഇവരുടെ പ്രയറിനെ ഭംഗം വരുത്താൻ കഴിയുന്നു. എത്രമാത്രം അധപതിച്ച ഒരു മതമാണെന്ന് നോക്കും. അതിന്റെ റെഫറൻസ് സുന ഇബ്നു മാജ 949, ഇൻ ബുക്ക് റെഫറൻസ് ബുക്ക് 5, ഹദീത്ത് 147, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വോളിയം 1, ബുക്ക് 5, ഹദീത്ത് 949 ആണ്. ഇതൊക്കെയും മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം മതം എത്രമാത്രം എന്താണ് ഉടായ്പ്, ക്രൂരം, പൈശാചികം, കിരാതം എന്നൊക്കെ മനസ്സിലാക്കുവാൻ ഓർ വൺ ലോർഡ് സേ ജീസസ് ക്രൈസ്റ്റിന്റെ കൃപയാൽ ഒരു പ്രയാസവുമില്ല. ഇനി ഒന്നും കൂടെ പറഞ്ഞുതരാം. അടുത്തത് നമ്മൾ വായിക്കാം. സ്ത്രീകളോട് ഇതിന്റെ ഈ മതത്തിന്റെ സമീപനം എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗ ദെൻ നോ പീപ്പിൾ യു ഹാവ് ദ റൈറ്റ് ഓവർ യുവർ വൈസ് ആൻഡ് ദേ ഹാവ് എ റൈറ്റ് ഓവർ യു. യു ഹാവ് ദ റൈറ്റ് ദാറ്റ് they should not cast any one of whom you dislike to tread your buds, and that they should not commit any open indecency. If they do, then God permits to beat them, but not severely. If they abstain from evil, they have the right to their food and clothing in accordance with the custom. Treat one well, for they are like domestic animals with you, and do not possess anything for themselves. You have taken them only as a trust from God. And എന്ന് വായിക്കുന്നു. മനസ്സിലായോ? അതിന്റെ തെളിവ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? ദ ഹിസ്റ്ററി ഓഫ് അൽ-തബരി വോളിയം 9, പേജ് pulling down strongholds, casting down imaginations, so stand fast on liberty, earth, Christ has made us free, and be not entangled again with the yoke of bondage. The history of Al-Tabari, volume 9, page 113, pulling down strongholds. അപ്പോൾ അവിടെയാണത് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ക്രൂരവും അധപതനം പിടിച്ച
ഒരു മതമാണ് നമുക്ക് നോക്ക്. ഇനി സനാതന ധർമ്മികൾക്കുള്ള മറുപടി വേറെ വരുന്നുണ്ട്. അപ്പോൾ ഈ അധപതനം പിടിച്ച ഈ മതത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും അതുപോലെ തന്നെ പിന്നെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും പിന്നെ കുറ്റമുള്ള മനസാക്ഷിയിൽ നിന്നും രോഗത്തിൽ നിന്നൊക്കെയും അതുപോലെ തന്നെ ഈ വർദ്ധിച്ച വിലവർദ്ധനവിൽ അതായത് വിലവർദ്ധനവിൽ നിന്നും അല്ലെങ്കിൽ വർദ്ധിച്ച വിലയിൽ നിന്നും ഇങ്ങനെയുള്ള ഈവിൾ വേൾഡിൽ നിന്നൊക്കെയും ഈ ട്രാപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അതിനെന്തേ ഉള്ളൂ? ദർ ഈസ് ഓൺലി വൺ വേ. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ എന്താണ് പുള്ളിംഗ് ഡൗൺ സ്നോ ഹോൾസ് ആസ് ഫ്രീ പീസ്. നോ വൺ കംസ് ടു ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ എന്നാണ് വായിക്കുന്നത്. നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിംഗ് ഡൗൺ സ്നോ ഹോൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് നാമിനെ അടിമത്തിൽ കൊണ്ട് വരുന്നു. നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും. ഇപ്പോൾ ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യു ആൻഡ് യുവർ ഫാമിലി ബി സേവ്ഡ്. മറ്റൊരുത്തന്നെ രക്ഷയില്ല. നാം രക്ഷരാപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമല്ല. ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യു ആൻഡ് യുവർ ഫാമിലി ബി സേവ്ഡ്. There is neither is there salvation in any other, for there is none other name under heaven given among men whereby we must be saved. If you confess with your mouth that Jesus Christ is Lord and believe with your heart that God has raised him from the dead, then you shall be saved. For with the heart man believeth unto righteousness, and with the mouth confession is made unto salvation. For whoever calls upon the name of the Lord shall be saved. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് അസ്ഫ്രി പീസ്, നാം അവനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ ദാറ്റ് പേഴ്സൺ വിൽ ബി സേവ്ഡ്. ഇഫ് എ പേഴ്സൺ ബിലീവത്ത് നോട്ട് ദാറ്റ് പേഴ്സൺ ഷാൽ ബി ഡാംഡ്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം അബൌ ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് അസ്ഫ്രി പീസ് ടു ഫോർ ബദൻ stand fast in liberty earth Christ has made us free and be not entangled again with the yoke of bondage. Living God as free peace, living God who gives richly all things enjoy. God is not the other of confusion but of peace. Do not fear at all, do not fear and be not entangled again with the yoke of bondage. നമുക്ക് ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ ധാരാളം ആശ്രയിക്കാം. എവരി ഡെഡ്ലി ഡിസീസസ്, എവരി ബ്ലഡ് ഡിസോർഡേഴ്സ്, എവരി ക്യാൻസേഴ്സ്, എവരി ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്, എവരി ബ്രെയിൻ ഡിസോർഡേഴ്സ്, എവരി കൈൻഡ്സ് ഓഫ് അലർജി പ്രോബ്ലംസ്, എവരി കൈൻഡ്സ് ഓഫ് ചെസ്റ്റ് പ്രോബ്ലംസ്, every kinds of lungs problems, every kinds of heart, liver, kidney, endocrine, pancreatic problems, every varicose vein problems, every kinds of deadly diseases and every kinds of fear of death, both past, present and future various must be broken, be cancelled and be destroyed only in the name of our Lord Jesus Christ. Giving thanks to pulling down stalls, casting down imaginations and be not entangled again with the yoke of bondage. For bethany on Calvary, giving thanks to our Father and the Savior of the Lord. പുള്ളിംഗ് ഡൗൺ ഓഫ് നാം എന്നെ അടിമത്തിൽ കുടുങ്ങി പോരുത്. God is not the other confusion but of peace. Pulling down stalls, casting down imaginations, as free peace. For bethany on Calvary, as free peace to. നമുക്ക് ക്രിസ്ത്യസിന്റെ കൃപയിൽ ധാരാളമായിട്ട് വീണ്ടും ആശ്രയിക്കാം. അതുകൊണ്ട് വി ഡി സതീശന് നന്മ ലഭിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ അതിനു മുമ്പേ സങ്കീർത്തനം 136 കൂടെ ഒന്ന് എടുത്ത് കാണിച്ചിട്ട് നമുക്കൊന്ന് പിരിയാം. സങ്കീർത്തനം നമ്മൾ നേരത്തെ ഇത് കണ്ടല്ലോ. അതായത് ഹിംസെൽഫ് ടുക്ക് അവർ ഇൻഫർമിറ്റീസ് ആൻഡ് ബെയർ അവർ സിക്നസസ് ബൈ സ്ട്രൈപ്സ് ഹിയർ ഹീൽഡ്. ക്രൈസ്റ്റ് ജീസസ് നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തു. ക്രൈസ്റ്റ് ജീസസ് ക്രൂശിൽ മരിച്ചു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി പശ്ചാത്തലം ചെയ്യുന്നു. അതിനുമുമ്പേ സ്വർഗ്ഗാരോഹണം ചെയ്തു. Christ Jesus, he is coming against soon to save us from this evil world, and we will reign with him for 1,000 years and forevermore, and we will rule with him by his grace freely. Pulling down of ഇവിടെ മത്തായി 8:17 നമ്മൾ വായിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് സങ്കീർത്തനം 136 കാണിച്ചു തരാം. ഹിംസെൽഫ് ടുക്ക് അവർ ഇൻഫർമിറ്റീസ്, ഹിംസെൽഫ് ടുക്ക് അവർ ഇൻഫർമിറ്റീസ് ആൻഡ് ബെയർ അവർ സിക്നസസ്. കാരണം ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ഫുൾഫിൽഡ് വിച്ച് വാസ് സ്പോക്കൺ ബൈ യെശയ്യാ ദ പ്രോഫറ്റ് സെയിങ് ഹിംസെൽഫ് ടുക്ക് അവർ ഇൻഫർമിറ്റീസ് ആൻഡ് ബെയർ അവർ സിക്നസസ്. അതിന്റെ മേളിൽ ക്രൈസ്റ്റ് ജീസസ് അനേകർക്ക് രോഗശാന്തി നൽകിയതായിട്ട് വായിക്കുന്നുണ്ട്. ഇനി സങ്കീർത്തനം 136 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ഫോർ ബദനി ഹോൻ കാൽബട്ടി, പ്രസംഗിക്കുന്നവർക്ക് സംരക്ഷണം നൽകാൻ ക്രിസ്ത്യേശന് കഴിയുടെ. For bethany and counter liberty. O give thanks unto the Lord, for he is good, for his mercy endureth forever. O give thanks unto the God of gods, for his mercy endureth forever. O give thanks to the Lord of lords, for his mercy endureth forever. To him who alone doeth great wonders, for his mercy endureth forever. To him that by wisdom made the heavens, for his mercy endureth forever.
To him that stretched out the earth above the waters, for his mercy endureth forever. To him that made great lights, for his mercy endureth forever. The sun to rule by day, for his mercy endureth forever. The moon and stars to rule by night, for his mercy endureth forever. To him that smote Egypt in their firstborn, for his mercy endureth forever. And brought out Israel from among them, for his mercy endureth forever. With a strong hand and with a stretched out arm, for his mercy endureth forever. To him, pulling down stones, casting out imaginations, as free peace to, and be not entangled again with the yoke of bondage. To him, which divided the Red Sea into parts, for his mercy endureth forever. And made Israel to pass through the midst of it, for his mercy endureth forever. But to overthrew Pharaoh and his host in the Red Sea, for his mercy endureth forever. To him that which led his people through the wilderness, for his mercy endureth forever. To him which smote great kings, for his mercy endureth forever. And slew famous kings, for his mercy endureth forever. Sihon, king of the Amorites, for his mercy endureth forever. And Og, the king of Bashan, for his mercy endureth forever. And gave their land for an heritage, for his mercy endureth forever. Even an heritage unto Israel, his servant, for his mercy endureth forever. Who remembered us in our low estate, for his mercy endureth forever. And hath redeemed us from our enemies, for his mercy endureth forever. Who giveth food to all flesh, for his mercy endureth forever. Oh, give thanks unto God of നാം ഇനി അടിമത്തിൽ കുടിപ്പരുത്. ഓ ഗീവ് താങ്ക്സ് അൺ ടു ദ ഗോഡ് ഓഫ് ഹെവൻ, ഫോർ ഹിസ് mercy endureth forever. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ, ആൻഡ് hath redeemed us from our enemies, for his mercy endureth forever. Who giveth food to all flesh, for his mercy endureth forever. ഈ ക്ഷാമകാലത്തൊക്കെ ഒന്ന് ഓർക്ക് കേട്ടോ ഇതൊക്കെ. ഓ ഗീവ് താങ്ക്സ് അൺ ടു ഗോഡ് ഓഫ് ഹെവൻ, ഫോർ ഹിസ് mercy endureth forever. പുള്ളിങ് ഡൗൺ. നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. ഒരു പാട്ട് കേട്ട ശേഷം നമുക്കൊന്ന് ചിന്തിക്കാം. എന്താണ്? ഭ്രമണപഥം വഴി ദ്രുതചലനങ്ങളാൽ സൂര്യനെ ചുറ്റുമ്പോൾ ഭൂഹൃദയത്തിൽ സ്പന്ദനതാളം പ്രാർത്ഥന ചൊല്ലുന്നു. ബ്ലിങ്കൺ സ്നോഹൾസ്. ഈരാറ്റുപേട്ടയിൽ നടക്കുന്നതായിട്ടുള്ള പ്രതികൂലങ്ങളെ ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. ക്രൈസ്റ്റ് ജീസസ് നമ്മളെ സഹായിക്കട്ടെ എന്ന് വിശ്വസിച്ചുണ്ട് തൽക്കാലം നമുക്ക് നിർത്താം. ക്രൈസ്റ്റ് ജീസസ് ആസ് ഫ്രീ പീസ് യു. നമുക്ക് എന്താണ് ഫ്രീലി ഫോർ ബദനി ഹോൻ നാം ഇനി അടിമത്തിൽ കൂടി വരും. ഫോർ ബദനി ഹോൺ വഴി ധാരാളം ഗ്രേസും മേഴ്സിയും പീസും സൗജന്യമായി നമുക്ക് നൽകട്ടെ എന്ന് ആസ് ഫ്രീ പീസ് യു. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. ഫോർ ബദനി ഹോൻ കൽവട്ടി. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പുള്ളിംഗ് ഡോൺ സ്റ്റോൾസ് മേ ഗീവ് us mercy, grace and peace freely in the name of പുള്ളിംഗ് ഡോൺ സ്റ്റോൾസ് കാസ്റ്റിംഗ് ഡോൺ ഇമേജിനേഷൻസ്. നാമിനെ അടിമത്തിൽ കൂടി പോരുത്. അശ്രീ ബിസു നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ഫോർ ഹോർ കാൾസ് അപ്പോൺ ദ നെയിം ലോർഡ് ഷാൽ ബി സേവ്ഡ്. Jesus Christ, may Jesus Christ give us freely mercy, grace and peace by His grace freely in the name of our Lord Jesus Christ. Giving thanks to our Father from the Asfri Pisu, the Savior. നാമിനെ അടിമത്തിൽ കൂടി പോരുത്. Asfri Pisu, the Savior, pulling down stones, the Savior of the Lord. നമുക്ക് എന്താണ്ട സിംഹത്തിന്മേൽ അള്ളിമേലിൽ നീ ചവിട്ടും. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. ഡു നോട്ട് സി അറ്റ് ആൾ, ഡു നോട്ട് ഫിയർ പുള്ളിംഗ് ഡോൺ സ്റ്റോൺസ്. സിംഹത്തിന്മേൽ അള്ളിമേൽ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമാനും നീ മേയിച്ചു കളയും. പുള്ളിംഗ് ഡോൺ സ്റ്റോൺസ്. ക്രൈസിസിന്റെ കൃപയിൽ നമുക്ക് കോൺഫിഡൻസോടുകൂടി എന്ത് ചെയ്യാം? മുന്നേറാം. ആസ് ഫ്രീ ഫോർ ബദനി ഹോൺ ബട്ടി ഹാവിംഗ് നള്ളിഫൈഡ് at having pulling down stones, having nullified at pulling down stones casting down imaginations, having nullified at for bethany hon called liberty. Stand fast in liberty, earth crisis made us free, and be not entangled again with the yoke of bondage. Pulling down stones casting down imaginations, and be not entangled again with the yoke of bondage. For bethany hon called liberty. പുള്ളിംഗ് ഡോൺ സ്റ്റോൺസ് കാസ്റ്റിംഗ് ഡൗൺ ഇമേജിനേഷൻസ്. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമേ സ്വതന്ത്രമാക്കി അകലിൽ ഉറച്ചപ്പൻ നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ആൻഡ് ബി നോട്ട് എൻറ്റേങ്കിൾഡ് അഗൈൻ വിത്ത് ദ യോക്ക് ഓഫ് ബോണ്ടേജ്. ആസ് ഫ്രീ പീസ് യു ഹാവിംഗ് നള്ളിഫൈഡ് at do not see at all, do not fear, and be not entangled again with the yoke of bondage.